കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. താമ്രപാണികമലപ്രണയ പ്രദോദമാലോലഹാരമണി കുണ്ടലഹേമസൂത്രം ആവിശ്രമാംബുഗതമംബുദനീലമവ്യാദാദ്യം ധനഞ്ജയരഥാഭരണം മഹോന. ഇന്ന് നമുക്ക് നഹുഷൻ്റെ ശാപമോക്ഷം. നഹുഷനൊരു ശാപം കിട്ടിയിട്ട് പെരുമ്പാമ്പായതാണ്. ആ പാമ്പാണ് ഇപ്പോൾ ഭീമസേനെ ചുറ്റിയിരിക്കണേ. പിന്നെ നാഗധ്വജൻ്റെ ഒരു ഘോഷയാത്രയുണ്ട്. പിന്നീട് രാമായണത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു മഹർഷി, നമ്മുടെ യുധിഷ്ഠിര മഹാരാവിന്. അതൊക്കെയാണ് ഇന്ന് നമുക്ക് പാരായണവും ചെയ്യാനും അനുസ്മരിക്കാനും ഒക്കെ ഉള്ളത്. കുറച്ച് നോക്കാം. എന്നാൽ ഗുരുവായൂരപ്പ ശരണം. വാനവർകോനങ്ങൊരു ദീനനായി മറഞ്ഞപ്പോൾ വാനുലകടക്കി വാണിരുന്ന നഹുഷനും മാനിനിയായ ശചീദേവിയെ പുണരാഞ്ഞു മാനസതാപത്തോടും പല നാൾ ചെന്ന ശേഷം താപസന്മാരെ കൊണ്ടു തണ്ടെടുപ്പിച്ചും കൊണ്ട് ഭൂപതി വരുന്നാകിൽ പുൽകാമെന്നവൾ ചൊന്നാൾ. മഹിമയേറിയിടുന്ന മാമുനിമാരെ കൊണ്ടു നൗഷൻ പള്ളിത്തണ്ടുമെടുപ്പിച്ചെഴുന്നള്ളി. അങ്കുഷ്ടമാത്രമായുള്ള അഗസ്ത്യൻ നടായികയാൽ അംഗത്തിൽ ചവിട്ടിനാൻ നകുഷനതു നേരം. അങ്കജശരമേറ്റിട്ടങ്കനമാരിലേറെ സംഘമുണ്ടാക കൊണ്ടു മത്തനായുള്ള നീയും പാരിച്ച പെരുമ്പാമ്പായി വനത്തിൽ കിടക്കെന്നു പൂരിച്ച കോപത്തോടും അഗസ്ത്യൻ ശപിക്കയാൽ പല നാൾ കാട്ടിൽ കിടന്നിടിനാൻ നഹുഷനും ബലവാൻ മാരുതിയെ ചുറ്റിനാൻ ശാപം തീർപ്പാൻ. ധർമ്മജന്മാവു താനും നൗഷ നൃപേന്ദ്രനും ധർമാധർമ്മങ്ങൾ തമ്മിൽ പറഞ്ഞോരനന്തരം മോക്ഷം വന്നിതു നൗഷാഖ്യനാ നൃപേന്ദ്രനും. സാക്ഷാൽ ശ്രീനാരായണൻ ഗോവിന്ദൻ തിരുവടി പാണ്ഡവന്മാരെ കാൺമാനെഴുന്നള്ളിയ നേരം പാണ്ഡവന്മാരും കണ്ടു സന്തോഷത്തോടുകൂടെ കാനനഭുവി വസിച്ചിടുമ്പോൾ അവർ മുമ്പിൽ ജ്ഞാനിയാം മാർക്കണ്ഡേയ മാമുനി എഴുന്നള്ളി. വന്ദിച്ചു പാണ്ഡവന്മാർ നന്ദിച്ചു മഹാമുനി മന്ദത്വം തീർപ്പാൻ പുരാണങ്ങളും ഉര ചെയ്തു. എന്നാ പറയുന്ന വെച്ചാല് ഈ നഹുഷൻ ആ ദേവേന്ദ്രന് വലിയ കഷ്ടപ്പാടായ സമയത്ത്, ബുദ്ധിമുട്ടായ സമയത്ത് ഇയാള് ഈ നഹുഷൻ ദേവേന്ദ്രന്റെ സ്വർഗമെല്ലാം കീഴടക്കിയിട്ട് അവിടെ കയറിയിരുന്നു ആ സിംഹാസനത്തിൽ. എന്നിട്ട് ഇരിക്കുമ്പോൾ, അതാ പറഞ്ഞു, ഇരിക്കുമ്പോൾ കാല് കെട്ടണമെന്ന് തോന്നുമല്ലോ. ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി കാല് കെട്ടണമെന്ന്. എനിക്കിങ്ങനെ ഇരുന്നാൽ പോരാ, ഇനി ശചീദേവി എൻ്റെ കൂടെ തന്നെ ജീവിക്കാം, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം, എന്നാലും എനിക്ക് വേണ്ട പോലെ സുഖം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ദ്രോഹം സഹിക്കാൻ കഴിഞ്ഞിട്ടാകുമ്പം ശചീദേവി പറഞ്ഞു, താപസന്മാരെ കൊണ്ട് തണ്ടടുപ്പിച്ചിട്ട് പല്ലക്ക് താപസന്മാരെ കൊണ്ട് അടുപ്പിച്ചിട്ട് വന്നാൽ ശരി, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാമെന്നും പറഞ്ഞു. അങ്ങനെ താപസന്മാരെ കൊണ്ട് പല്ലക്ക് അടുപ്പിച്ചിട്ട് ഇദ്ദേഹം വരുമ്പം ഒരു നാളവും വണ്ണമൊന്നും ഇല്ലാത്തൊരു മഹർഷിയാണ് അഗസ്ത്യൻ. ആ അഗസ്ത്യനോട് പറഞ്ഞു, ഒരു ഭാഗം അഗസ്ത്യനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം ഇയാൾക്ക് വേഗം വേണ്ടേ. അപ്പോൾ വേഗം നടക്കാതിരിക്കുമ്പം സർപ്പ വേഗം എന്ന് പറഞ്ഞു. വേഗം അങ്ങനെ പറഞ്ഞു, ചവിട്ടി. ഈ അഗസ്ത്യ മഹർഷിന് ചവിട്ടി. അതാണ് അല്പന് രാജ്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട. ഇദ്ദേഹത്തിന് ആ ഭൂമിയിലത്തെ രാജാവായിട്ടിരുന്നാൽ പോരായിരുന്നു. ചവിട്ടി രാമ പറഞ്ഞു, പിന്നെ അങ്കനമാരിൽ അധികം താല്പര്യം വെച്ച നീ എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പം എന്നെ ചവിട്ടിയില്ല, സർപ്പാൻ്റെല്ല ചവിട്ടിയത്, അതുകൊണ്ട് സർപ്പായിപ്പോട്ടെ, പെരുമ്പാമ്പായിട്ട് കാട്ടിൽ പോയിട്ട് കിടന്നു എന്ന് ശപിച്ചു. നേരം ആ ശാപം തീർക്കാനാണ് ഇപ്പം മാരുതീനെ ചവിട്ടീനി, അല്ല ചുറ്റീനി. അപ്പോൾ അങ്ങനെ ശാപമോക്ഷം കിട്ടി നൗഷനി എന്ന് പറയുന്നു. അവിടെ പിന്നെ മാർക്കണ്ഡേയ മഹർഷി വന്നു, ഭഗവാൻ വന്നു. അങ്ങനെ
അങ്ങനെ കഴിയുന്ന സമയത്ത് ഈ നാഗധ്വജനൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു കാട്ടിലേക്ക്. അക്കാലം ധൃതരാഷ്ട്രപുത്രരും ബന്ധുക്കളും മുഖ്യമായുള്ള ചതുരംഗമാമ്പലത്തോടും ദിക്കുകൾ മുഴങ്ങിയിടും വാദ്യഘോഷങ്ങളോടും വിഖ്യാതന്മാരായുള്ള പാണ്ഡവന്മാരെ കൊൽവാൻ പോഷനാം നാഗധ്വജൻ തന്നുടെ നിയോഗത്താൽ ഘോഷയാത്രയും തുടങ്ങിയിടിനാർ വനം തോറും. 11 കഴിഞ്ഞിരിക്കുന്നനന്തരം ചതിയാൽ പൊയ്ക തന്നിൽ മരുന്നു കലക്കിനാർ. ഉദ്യോഗം കണ്ട നേരം കൗരവന്മാരെ വെൽവാൻ വൃത്രാരി ചിത്രരഥൻ തന്നെയും നിയോഗിച്ചാൻ. യോഗ്യമല്ലിതു നിങ്ങൾക്കെന്നതു ഗന്ധർവന്മാർ ഭാഗ്യഹീനന്മാരവരോടു പോർ ചെയ്താരപ്പോൾ പോരിനു വിരുതുള്ള വീരനാം ചിത്രരഥൻ പാരാതെ 100 വരെ പിടിച്ചു കെട്ടിക്കൊണ്ടാൻ. ആരിനി വീണ്ടുകൊള്ളുവതെന്നു കർണാദികളും നാരിമാരെന്ന പോലെ ധർമ്മജനോടു ചൊന്നാർ. പോരിൽ നാം ചെയ്യേണ്ടുന്ന കാര്യം ഇതു കാലമാരാനും ചെയ്യുന്നതു മുടക്കിയിടരുതല്ലോ. മാരുതി എന്നു ചൊന്ന നേരത്തു ധർമാത്മജൻ വീരാ കേളിതു ധർമ്മമല്ലെന്നു നിനച്ചാലും. ശാശ്വത നൃപധർമ്മം ശത്രുക്കൾ എന്നാകിലും ആശ്രിതന്മാരെ രക്ഷിച്ചിടണമെന്നാകുന്നു. പാണ്ഡവന്മാരും ചെന്നാർ വീണ്ടുകൊള്ളുവാനായി. ഗാണ്ഡീവം കൊല ചെയ്തു ഫൽഗുനൻ വീണ്ടുകൊണ്ടാൻ. മന്നവാ സുയോധന പോക രാജ്യത്തിനെന്ന് ധന്യനാം ധർമാത്മജൻ അനുജ്ഞ കൊടുത്തപ്പോൾ ഉന്നതനായ ഭീമൻ സംശയം തീരുവാനായി പന്നകധ്വജനാദിയായുടൻ എണ്ണിയിട്ടാർ. ഒന്നിനെ എത്തിയിലെന്നിട്ടറിഞ്ഞാൻ എണ്ണിയപ്പോൾ മന്നനും ഒത്തു എന്നിട്ട് അനുജ്ഞ കൊടുത്തപ്പോൾ നാണിച്ചു പുരിപുക്കുമാനിയം സുയോധനൻ. ദീനത്വം കളവാനായി മാമറയവർ ചൊല്ലാൽ പാണ്ഡവന്മാരിൽ അസൂയാപരൻ ധാർത്തരാഷ്ട്രൻ പുണ്ടരീകാഖ്യമായ യാഗവും ചെയ്താനല്ലോ. യാഗാദി കർമ്മം ചെയ്തു ഭോഗമോടിരുന്നിതു നാഗകേതനായ ഭൂപതി സുയോധനൻ. കാലം ജയദ്രഥനടവി തന്നിൽ പുക്കാൻ മൈക്കണ്ണാൾ മണിയായ പാഞ്ചാലി തന്നെ കപ്പാൻ. പോയിതു പാണ്ഡവന്മാർ നായാട്ടിനെല്ലാവരുമായ തമിഴി തന്നെ ആശ്രമത്തിങ്കലുള്ളൂ. മായത്താൽ അവനെടുത്തപ്പോഴേ തേരിലേറ്റി പായുന്ന നേരം അവൾ മുറയിട്ടതു കേട്ടു. കടുക്കെന്നോടി വന്നു പാണ്ഡവ വീരന്മാരും പിടിച്ചു കെട്ടി. ജയദ്രഥനെ ഭീമസേനൻ അടിച്ചു തന്നെ കൊൽവാൻ തുടങ്ങുന്നതു കണ്ടു മുടക്കി ധർമ്മപുത്രരയക്ക. ഇനിയും നാൾ നമ്മുടെ ഭഗിനിക്കു വൈധവ്യമകപ്പെടും ദുർമതമടക്കിയങ്ങയക്കെന്നതു നേരം ചിരച്ചു ശിഖയോടു മീശയും കളഞ്ഞിട്ടു ചിരിച്ചു പോയാലുമെന്നയച്ചു ഭീമസേനൻ. തിരിച്ചു പോന്നു മുനിമാരുമായിരുന്നുടൻ തിരക്കി തുടങ്ങിനാരിതിഹാസങ്ങൾ കൊണ്ടും. നാഗധ്വജൻ എന്ന് പറഞ്ഞാല് ദുര്യോധന് കുറെ പേരുണ്ടപ്പ. നാഗധ്വജൻ അതായത് തേരിന്റെ കൊടിയടയാളം നാഗമാണ്, അതുകൊണ്ട് നാഗധ്വജൻ പേര്. എല്ലാവരും കൂടി ഒരു ഘോഷയാത്രയിൽ വന്നു. 17 കൊല്ലമായി. നേരെ ഇവരെ 11 വർഷം കഴിഞ്ഞ സമയത്ത് വന്നു. എന്നിട്ട് ഒരു പൊയ്കയിൽ മരുന്ന് കലക്കുന്നു. ഇതിന് മരുന്നല്ല, വിഷം. അത് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നേരം ദേവേന്ദ്രൻ പറഞ്ഞു ചിത്രരഥൻ എന്ന് പറഞ്ഞൊരു ഗന്ധർവന എൻ്റെ മോനും കൂടി ഉണ്ടല്ലോ അവർ, അതുകൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവന്താ പണിയെടുക്കുന്നെങ്കിൽ ഒന്ന് പോയിട്ട് പിന്നെ അത് മുടക്കിയിട്ട് പറഞ്ഞിട്ട് വേഗം വന്നു യുദ്ധം ചെയ്തു. പിടിച്ച് കെട്ടിയിട്ട് അവിടുത്തെ കാണുന്ന കരയാൻ തുടങ്ങി. ഓ ആങ്ങളാരിപ്പാ രക്ഷിക്കലെന്നും പറഞ്ഞ് കരയിലായി. പെണ്ണുങ്ങാരും പോലെ. അന്നേരം ഭീമസേനൻ പറഞ്ഞു നല്ലതായി, നമ്മൾ ചെയ്യേണ്ടത് അവർ ചെയ്തല്ലോ, ഗംഭീരായിരിക്കണം എന്ന് പറഞ്ഞു ഭീമസേനൻ. അന്നേരം ഇയാൾ വെറും ഒരു പാവത്താനല്ലേ. അന്നേരം പറയുന്നു അങ്ങനെ പറയല്ല, ഇത് ധർമ്മമല്ല, പിന്നെ ശത്രുക്കളായാലും നമ്മൾ ആശ്രയിക്കുന്നവരൊന്ന് രക്ഷിക്കണം എന്നാണ്, അതുകൊണ്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അർജുനൻ പോയിട്ട് ഗാണ്ഡീവം കുറച്ചിട്ട് രക്ഷപ്പെടുത്തിയല്ലോ എണ്ണത്തിന്. എന്നിട്ട് രാജ്യത്തിന് പോയിക്കോന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? യുധിഷ്ഠിരൻ പറയുമ്പോൾ ഭീമസേനൻ പറഞ്ഞു
ഞാനൊന്ന് എണ്ണി നോക്കട്ടെ കേട്ടാ, എന്നിട്ട് പോയാൽ മതി. പറക്കി കട്ടോടുകൂടെ ഓരോന്നില്ല, തേങ്ങ പറക്കിയിടും പോലെ 100 പറക്കിയിട്ടു. 100 പറക്കിയിട്ടും ഭീമസേന പറഞ്ഞു ഒന്ന് കുറവുണ്ട് പറഞ്ഞ് പറക്കി ഇങ്ങോട്ട് വിട്ടു. ചുറ്റുങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ് ഭീമസേന. അന്നേരം മറ്റേ ആൾ പറഞ്ഞു ഇത് ഇട്ടിട്ട് പറഞ്ഞു മതി കഴിഞ്ഞാൽ കൃത്യമായിട്ടായി. അവർ പോയിക്കോട്ടെ പറഞ്ഞിട്ട് അയച്ചു. അവിടെ നിന്ന് പിന്നെ അതിൻ്റെ അടുത്ത് അവരളിയനുണ്ട്, ഒരു ഞാക്കാളും ദ്രോഹം പിടിച്ച ജന്തു ജയദ്രഥൻ വന്നു ഒറ്റക്ക്. ഇതിനി പാഞ്ചാലിനെ പിടിച്ചോണ്ടവൻ. ഇപ്പം ഇവർ രക്ഷിച്ചെടുത്തതേ ഇല്ലൂ. എന്നാലും അതാണ് ദുഷ്ടന്മാരുടെ മനസ്സെപ്പോഴും ദുഷ്ടതരത്തിലേ പോകലൂ എന്ന് പറയുന്നു. അന്നേരം വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ കരച്ചിലേ കരഞ്ഞ് ലഹള കൂടുന്നത് കേട്ടു. വേഗം വന്ന് പാണ്ഡവന്മാർ വന്നിട്ട് ജയദ്രഥനെ പിടിച്ചു കെട്ടി ഭീമസേന. കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ഇദ്ദേഹം ആദ്യം കൊല്ലല്ല നമ്മളെ അനിയത്തിക്ക് വൈധവ്യം വരൂലേ, അത് നമ്മളനിയത്തി ഈ ദുഷ്ടന്മാരെ പങ്ങള് ദുഷള അത് ഒരു ദ്രോഹം ഒരു ദുസ്വഭാവം തീർത്തിട്ട് അവനെ അയച്ചു എന്നിട്ട് മീശി പിന്നെ മുടിയിലൊരു ഭാഗം കളഞ്ഞിട്ട് കൂട് പറഞ്ഞു. അങ്ങനെ പോയി. അതിൻ്റെ ഇടക്ക് ഇനി രാമായണ കഥ കേൾക്കണം. അന്നേരം മാർക്കണ്ണേയൻ തന്നോടു ധർമാത്മജനോളം ദുഃഖമുള്ളവരുണ്ടായിട്ടുണ്ടോ എന്നാൽ താപസൻ ചിരിച്ചരുൾ ചെയ്തതു ധർമാത്മജ താപം വേണ്ട ജൽപരമുണ്ടായോരുണ്ടു പലർ. പണ്ടു ശ്രീനാരായണൻ മാനുഷനായ മൂലമുണ്ടായ ദുഃഖമെല്ലാം കേൾക്ക നീ ദുഃഖം തീരും ദേവനാം വിധാതാവു ദേവകളോടും ദേവദേവനാം നാരായണപാദങ്ങൾ വന്ദിച്ചിതു ദേവ ബ്രാഹ്മണ മുനിധർമ്മ ഭൂമികൾക്കെല്ലാം രാവണൻ തന്നെ കൊന്നു സങ്കടം കെടുപ്പാനായി മനുവംശത്തിൻ മണിവിളക്കാം ദശരഥതനയനായി വന്നു പിറന്നു ഭഗവാനും അനുജന്മാരുമുണ്ടു മൂവരെന്നറിഞ്ഞാലും മനസ്സി സുഖത്തോടും വളരും കാലത്തിങ്കൽ വിശ്വരക്ഷാർത്ഥം തത്ര വന്നിതു മഹാമുനി വിശ്വാമിത്രനും അയോധ്യാപുരമകമ്പുക്ക് വിശ്വനാഥനെ അപേക്ഷിച്ചോരു നേരമുള്ളിൽ വിശ്വാസത്തോടു രാമലക്ഷ്മണന്മാരെ നൃപൻ അയച്ചാൻ മുനിയോടും അവരും വനം പുക്കാർ നയത്തൻ വിശ്വാമിത്രനാക്കിയ തപോധനൻ ഉപദേശിച്ചാൻ അതിബലയും നൃപതി സുതന്മാർക്കു പൈതാഹം കെടുപ്പാനായി അയച്ചു യമപുരി തന്നിൽ താടക തന്നെ ഭയത്തെ കളഞ്ഞു കൗശികനും ബാലന്മാരും. പിന്നെ പോയി സിദ്ധാശ്രമം ബുക്കുയാഗവും കാത്തു സന്നമാക്കിനൻ സുബാഹു പ്രമുഖന്മാരെയും ഖിന്നനായി വണങ്ങും മാരീജനു വരം നൽകി പന്നകാഭരണ വിൽക്കാൺമാനായി പുറപ്പെട്ടാൻ സന്നദ്ധന്മാരായി മുനി തന്നോടും കുമാരന്മാർ തന്നിയാ മഹല്യതൻ ശാപമോക്ഷവും നൽകി മിഥില പൊക്കു പുരമഥനൻ തന്റെ വില്ലും മഥനം ചെയ്തു സീതാവരനായോരു ശേഷം ഭരതശത്രുഘ്നന്മാരോടു മാതാക്കന്മാരും ഗുരുവാം വസിഷ്ഠനും താതനും വന്ന ശേഷം അനുജന്മാരും വിവാഹം ചെയ്തു കല്യാണവും മനസ്സി കനിവോട് കഴിച്ചു പുറപ്പെട്ടാർ. പോകുന്ന വഴിയുന്നു ഭാർഗവൻ തന്നെ വെന്നു വേദമോട് അയോധ്യ ബുക്കിരുന്നു പന്തീരണ്ട് ഭരതശത്രുഘ്നന്മാർ മാതുലൻ തന്നെ കാൺമാൻ പരമാദരവോടു കേകയ രാജ്യം ബുക്കാർ. ഭാവിച്ചു ദശരഥനഭിഷേകത്തിനതും ദൈവത്തിൻ നിയോഗത്താൽ മന്ധര ചൊല്ലു കേട്ടു കോപിച്ചു കൈകേയും മുടക്കി രാമൻ താനും താപത്യാഗാർത്ഥം വനവാസായ പുറപ്പെട്ടു. മാർക്കണ്ഡേയനോട് ചോദിക്കുന്നു ഇദ്ദേഹം, എന്നെ പോലെ ദുഃഖം അനുഭവിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ മഹർഷേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാളും ദുഃഖം അനുഭവിച്ചിട്ടില്ല പണ്ട് ഭഗവാൻ ശ്രീനാരായണൻ പിന്നെ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ച ഒരു സമയത്ത് അനുഭവിച്ച ദുഃഖം ഇതിലെല്ലാം കഷ്ടം കൂടുതലല്ലേ ധർമ്മജ, അത് ഞാൻ പറഞ്ഞു തരാറിഞ്ഞിട്ട് പറയുന്നു. ഈ ഭൂമിയിലെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് വിധാതാവും പിന്നെ ദേവകളെല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് പുരുഷ സൂക്തം കൊണ്ട് ശ്രീനാരായണനെ ഭജിച്ചു സ്തുതിച്ചു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഞാൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട് പിന്നെ രാവണനെയും അവൻ്റെ വംശത്തിനും നശിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മനുവംശത്തിൽ ദശരഥന് മൂത്ത പുത്രനായിട്ട് അവതരിച്ചു. വേറെ 3 കുട്ടികളും കൂടി ഉണ്ട്, ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും.
അങ്ങനെ ആയ സമയത്ത് വിശ്വാമിത്രൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ യാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് രാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് പോയി. അപ്പോൾ കുറേ പിന്നെ വരുന്ന സമയത്ത് താടകേനെ കൊന്നു. എന്നിട്ട് സിദ്ധാശ്രമത്തിൽ പോയിട്ട് യാഗം കാത്തു നിൽക്കുന്ന സമയത്ത് പിന്നെ മാരീചനും സുബാഹുനെല്ലാം പറഞ്ഞു വന്നു. കുറേ എണ്ണത്തിനെ കൊന്നു. മാരീചൻ വന്നിട്ട് കാക്ക വീണു. അവനെ എന്നിട്ട് വിട്ടയച്ചു. എന്നിട്ട് പിന്നെ മിഥിലാപുരിയിൽ പോയി ശൈവജാപം കണ്ടു, വണങ്ങി, അതെടുത്ത് കൊലച്ചു. സീതാദേവിനെ വിവാഹം കഴിച്ചു. അന്നേരം വരുന്ന വഴിക്ക് ഭാർഗവരാമൻ ദേഷ്യപ്പെട്ടിട്ട് വന്നു. അത് ഈ ഭാർഗവരാമൻ എന്ന് പറഞ്ഞാൽ പരശുരാമൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പരശുരാമനെയും തോൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വൈഷ്ണവ ജാപവും മേടിച്ചു. അവിടുന്ന് അയോധ്യയിൽ പോയി കുറച്ച് കാലം അവിടെ താമസിച്ചു, നല്ല സുഖമായിട്ട്. അപ്പോഴത്തേക്ക് അച്ഛന് തോന്നി, എനിക്ക് പ്രായമായില്ലേ, ഇനി എൻ്റെ മോനെ രാജ്യാഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് മന്ധര അവനെ കൊണ്ട് ദേവന്മാർ മന്ധരയുടെ നാവിൽ സരസ്വതി ദേവിനെ ഇരുത്തിയിട്ട് പറയിപ്പിച്ചതാണ്. ഇപ്പോൾ രാക്ഷസ വംശം നശിപ്പിക്കാൻ ജനിച്ച ആൾ ഇവിടെ സുഖമായിട്ട് രാജ്യഭാരം ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കൂലല്ലോ. അതുകൊണ്ട് അങ്ങനെ കാട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ കാട്ടിൽ പോയി. അച്ഛനതിൻ്റെ അടുക്ക മരിച്ചു. അപ്പം ഭരതന് ശത്രുഘ്ന ഉദകക്രിയ ചെയ്തു. അവർ ഏട്ടനെ കാണണം എന്ന് പറഞ്ഞ് ചിത്രകൂടത്തിൽ വന്നു. അപ്പം അച്ഛൻ്റെ മരണവൃത്താന്തം കേട്ടിട്ട് വല്ലാതെ സങ്കടം വന്നു. ആടന്ന് ഉദകക്രിയയെല്ലാം ചെയ്തു. എന്നിട്ട് പാതുകം വേണം, ഏട്ടൻ വരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പാതുകമെങ്കിലും വേണമെന്ന് പറഞ്ഞ് പാതുകവും കൊടുത്തു. ഭരതൻ അതുകൊണ്ട് പോയിട്ട് നന്ദിഗ്രാമത്തിൽ അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചണ്ഡതീഥിതി കുലജാതനം രഘുവരൻ ദണ്ഡകാരണ്യം പ്രാപിച്ചിടിനോരനന്തരം പൊന്നിതു വിരാധനെ പിന്നെ പോയി ശരഭംഗൻ തന്നെ ഗതി കണ്ടു കാനനത്തോടെ പോകുമ്പോൾ അഗസ്ത്യ സഹോദരൻ തന്നെയും കണ്ടു ഓമനരഗസ്ത്യ പാദാംബുജം വന്ദിപ്പാൻ നടകൊണ്ടാർ വിന്ധ്യനെ അമർത്തി വാതാപിയെ ദഹിപ്പിച്ചു സിന്ധുവാരിയുമെല്ലാം ആചരിച്ചൊരിക്കലേ സമ്പ്രതി തപോബലം കണ്ടുകൂടാത്ത മുനി കുംഭസംഭവൻ തന്നെ കുമ്പിട്ടു രഘുവരൻ സർവരാക്ഷസവധ പ്രതിജ്ഞ ചെയ്തു ചെയ്യുവാൻ ദേവേന്ദ്രദത്തമായ ശംഖചാപാദികളും ദിവ്യങ്ങളായിട്ടുള്ളോരായുധങ്ങളും വാങ്ങി ഗീർവാണപുരി കുലപരിത്രാണാർത്ഥം രഘുവരൻ പുണ്യവാഹിനി ഗോദാവരിതൻ തീരത്തിങ്കൽ ദണ്ഡകാരണ്യം തന്നിലാശ്രമമതും കെട്ടി വാഴുന്ന കാലത്തിങ്കൽ വന്ന ശൂർപ്പണഖയാം പാഴിയെ മൂക്കും മുലയും കളഞ്ഞയച്ചപ്പോൾ പോരിന് വന്നു ഖരദൂഷണ ത്രിശിരാക്കൾ ഘോരമായി 14 സഹസ്രം പടയുമായി നാഴിക 3:45 കൊണ്ടു കൊന്നിതു രാമനാഴിയും കടന്നഴൽ പൂണ്ടവൾ അറിയിച്ചാൽ സോദരനായ ദശവദനൻ തന്നോടെല്ലാം ക്രോധമുൾക്കൊണ്ടു ജനകാത്മജാഹരണാർത്ഥം രാവണൻ മാരീജനെ പൊന്മാനായ അയച്ചതിലാവേശിച്ചിതു ചിത്തം സീതക്കു രഘുവരൻ വെടിപ്പാനടുത്തപ്പോൾ അരുതാത്തതു നേരം കൊടുത്തു ശരം കൊണ്ടു കരഞ്ഞാനവളപ്പോളയോ ജാനകി ദേവി ലക്ഷ്മണായ എന്നു തന്നെ മയ്യേലും കണ്ണിതാനുമയച്ചു കുമാരനെ. ഇപ്പം എന്തെന്ന് പറഞ്ഞത് പാതുകം കൊടുത്തയച്ചു. അതുകൊണ്ട് ഭരതനാട ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വിരാധനെ കൊന്നു. ശരഭംഗൻ മഹർഷീനെ കണ്ടു, ശരഭംഗ മഹർഷീനെ കണ്ടു. ആടുന്നിങ്ങനെ അഗസ്ത്യ മഹർഷീനെ കണ്ടു. ഇന്ധന അമർത്തിയിട്ട് ഇന്ധന വളരാൻ വിടാണ്ടെന്നു. അവർ ഈ അഗസ്ത്യനാണത്. വാതാപിനെ ദഹിപ്പിച്ചു. സിന്ധുവാരിയും ആചമിച്ചിനി, സിന്ധുവാരി എല്ലാം കുടിച്ചിനി പിന്നെ അഗസ്ത്യൻ. അങ്ങനെ ആ കുംഭസംഭവനെ കണ്ടിട്ട് കുമ്പിട്ടു. സർവരാക്ഷസോധം ചെയ്യുന്ന പ്രതിജ്ഞ ചെയ്തു. ദേവേന്ദ്രൻ കൊടുത്ത ശാങ്കജാപാദികളെല്ലാം എടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോദാവരിയുടെ തീരത്തിങ്കിൽ ദണ്ഡകാരണ്യം തന്നിൽ ആശ്രമം കെട്ടി. അന്നേരം ശൂർപ്പണഖ വന്നു, രാവണന്റെ സഹോദരി. അപ്പോൾ ശൂർപ്പണഖ എന്തല്ലോ വേണ്ടാതെ വർത്താനല്ല ഇവരോട് രണ്ടാളോടും പറഞ്ഞു. അപ്പം ഇവരങ്ങോട്ട് പന്ത് തട്ടുന്ന പോലെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി. അപ്പോൾ ദേഷ്യം വന്നു. സീതേനെ പിടിച്ച് തിന്നാൻ പോകുന്ന സമയത്ത് അനിയ ലക്ഷ്മണൻ അതിൻ്റെ
ഉയർന്ന ഭാഗം മുറിച്ച് കളഞ്ഞു. ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം മുറിച്ചങ്ങ് കളഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ഇവനെന്ന് ദശകന്ധരൻ രാവണൻ എന്ന് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മാരീചനുണ്ടല്ലോ, അന്ന് രക്ഷപ്പെട്ടു പോയ മാരീചനോട് പറഞ്ഞു, നീ നല്ലൊരു പൊൻപുള്ളി നല്ലൊരു മാനായിട്ട് നിൽക്കണം, എന്നിട്ട് പിന്നെ സീതാദേവിനെ മോഹിപ്പിക്കണം, എന്നിട്ട് ദൂരം പോകണം, അപ്പം രാമ പിറകെ വരും, അപ്പം ഞാൻ സീതേനെ കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ശ്രീരാമചന്ദ്രൻ പോയ സമയത്ത് പിന്നെ ഈ ദൂരം പോകുമ്പോൾ ശ്രീരാമൻ അമ്പെയ്തു വന്നിട്ട് അയ്യോ ലക്ഷ്മണ സീതയെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പം സീത അങ്ങനെ പറഞ്ഞിച്ചു. അന്നേരം ഈ ദശഗ്രീവനുണ്ടല്ലോ രാവണൻ ദേവീനെ എടുത്തിട്ട് തേരിൽ കയറ്റിയിട്ട് കൊണ്ടുവന്നു. അപ്പം ജടായു നല്ലോണം യുദ്ധം ചെയ്തു, അതിൻ്റെ ഒരു ചെറുക്കം വെട്ടിയേർത്തു. എന്നിട്ട് അവിടെ പിന്നെ അവിടെ പറയുക ലങ്കയിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തി. കുറേ പെണ്ണുങ്ങളെ രാക്ഷസിമാരെ കാവലിനും വെച്ചു. മൈക്കണ്ണി തന്നെ കാണാൻ ഉൾക്കാമ്പിൽ അഴകൊണ്ട് ദുഃഖിച്ചു രഘുപതി ലക്ഷ്മണനോടും കൂടി നടക്കും നേരം കണ്ടു പറഞ്ഞു ജടായുവും അടുത്തവണ്ണം തന്നെ മരിച്ചാൻ അവനുടലെടുത്ത് ദഹിപ്പിച്ചു നടുക്കത്തോടും കൂടി അടുത്ത ശേഷക്രിയ ചെയ്തിതു രാമദേവൻ. വില്വാതി തന്നിൽ പിറന്നുണ്ടായ ശബരിയും കല്യാണത്തോട് കണ്ടു പൂജിച്ചു വരം കൊണ്ടാൾ കൊല്ലുവാൻ തുടങ്ങിയ കബന്ധൻ തന്നെ കൊന്നു നല്ലൊരു ഗതി നൽകി പുക്കിതു പമ്പാതീരം കണ്ടിതു ഹനുമാനും കൊണ്ടുപോയി സുഗ്രീവൻ തന്നെ തീർപ്പതിനായി സഖ്യവും ചെയ്യിപ്പിച്ചാൻ ദുന്ദുഭികായം പാദാങ്കുഷ്ടം കൊണ്ടെടുത്തെറിഞ്ഞിന്ദിരാപരനായ രാഘവൻ തിരുവടി സുന്ദരിയായ സീതാഭൂഷണങ്ങളും കണ്ടു മന്ദമെന്നിയെ കിഷ്കിന്ധാപുരം നോക്കിപ്പോയാൻ പട്ടത്തിൽ നിന്നാമരമേഴും ഒരമ്പ് കൊണ്ട് പൊട്ടിച്ചു രാമദേവൻ ബാലിയെ കൊല ചെയ്തവൻ ഇരുന്നു ചാതുർമാസ്യം മാല്യവാൻ മുകൾ തൻകൽ പറഞ്ഞ വണ്ണം തന്നെ വന്നീല സുഗ്രീവനും നിറഞ്ഞ കോപത്തോടു സോദരൻ തന്നോടാശു പറഞ്ഞു രഘുവരൻ വന്നിതു ശരൽക്കാലം ലക്ഷ്മണ വൈകാതെ നീ കിഷ്കിന്ധാപുരി പൊക്കുമർക്കടപ്രവരന സുഗ്രീവനോടു ചൊൽക സത്യത്തെ മറക്കിലോ സഖ്യവും മറന്നുപോം ഇത്തരം കാട്ടിയിടുകിലത്തരം തന്നെ വരും അഗ്രജൻ തന്നെ കൊന്ന ബാണമിന്നിയും ഉണ്ടിങ്ങുഗ്രത കുറഞ്ഞതുമില്ലമൻ കരങ്ങൾക്കും അഗ്രജൻ പോയ വഴി നല്ലതെന്നതു കാലം സുഗ്രീവൻ തനിക്കുള്ളിൽ തോന്നിയിട്ടുണ്ടെന്നാകിലോ വിഗ്രഹമില്ലെനിക്കേതുമെന്നതു ധരിക്കണം നിഗ്രഹം അനുഗ്രഹം ചെയ്തവർക്കെന്തു ദണ്ഡം ബന്ധുക്കളിഹലോക സൗഖ്യത്തിനത്രയല്ലോ ചിന്തിക്ക പാരത്രിക സൗഖ്യത്തിനല്ല നൂനം മഴയും മഞ്ഞും കാറ്റും വെയിലുമേറ്റു കാട്ടിലഴപൂണ്ടുഴന്നുള്ള കായ്കനികളും തിന്നു പിഴുകിക്കിടന്നവൻ തന്നെ ഞാൻ വാഴിച്ചപ്പോൾ മുഴുവൻ അവയെല്ലാം മറന്നു കളഞ്ഞവൻ തെളിഞ്ഞു സിംഹാസനമേറി ഡംഭവും കാട്ടി ഞെളിഞ്ഞു തരുണിമാരോടിട ചേർന്നു നന്നായി മദ്യപാനവും ചെയ്തു മത്തനായിരുന്നവൻ നിത്യ സൗഖ്യങ്ങൾ കണ്ടു സമയം ചെയ്തതെല്ലാം മറന്നാനെങ്കിലതു ഞാനേതും മറന്നീല പറഞ്ഞാലില്ല രണ്ടെന്നങ്ങു നീ ചെന്നു ചൊൽക ലക്ഷ്മണനത് കേട്ടു കൽപ്പിച്ചു പുറപ്പെട്ടാൻ അഗ്രജനവൻ തൻ്റെ അഗ്രജൻ തന്നെ കൊന്നാൻ പക്ഷേ കണ്ടിടാമെന്നങ്ങു കാമ്പിൽ നിരൂപിച്ചു ധിക്കാരമടക്കുവനെന്നു കൽപ്പിച്ചു വേഗാൽ. അങ്ങനെ നടക്കുന്ന സമയത്ത് സീതേനെയും പിടിച്ചിട്ട് രാവണൻ കൊണ്ടുപോയി. വന്നിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന രണ്ടുപേരും നേരം ഈ പക്ഷീന്ദ്രനെ കണ്ടു, പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. ആ ജീവൻ പോവുകയും ചെയ്തു ജടായുവിൻ്റെ. ആ ജടായുവിനെ എല്ലാം ദഹിപ്പിച്ചു. പിന്നെ ശബരീനെ പോയി കണ്ടു. ശബരിയും പറഞ്ഞു കൊടുത്തു കൊണ്ടുപോയ വഴി. കബന്ധനെ കൊന്നു. പിന്നെ പമ്പാതീരത്തെത്തി ഹനുമാനെ കണ്ടുമുട്ടി. സുഗ്രീവനും ആയിട്ട് സഖ്യം ചെയ്തു. പിന്നെ എന്താ സീതയുടെ ഭൂഷണങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു സുഗ്രീവൻ. അങ്ങനെ പിന്നെ ബാലിനെ കൊല്ലണമെന്ന് ബാലിനെ കൊല്ലാനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം ചെയ്തു. അതെല്ലാം കണ്ടു. പിന്നെ ചാതുർമാസ വ്രതം ഉണ്ട് പറഞ്ഞു. ചാതുർമാസ വ്രതത്തിനിരുന്നു. അത് കഴിഞ്ഞിട്ടും ശരൽക്കാലം വന്നിട്ടും ഇദ്ദേഹം
ഇളകുന്നില്ല സുഗ്രീവൻ. അവിടെ വലിയ സിംഹാസനത്തിൽ ഇപ്പം ഞെളിഞ്ഞിരിക്കുന്നു. അന്നേരം പോയിട്ട് പറഞ്ഞു, പിന്നെ ഏട്ടനെ കൊന്ന ശരം എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ ഇന്നും ഉണ്ടത്രേ, നീ ഇങ്ങനെ അഹങ്കരിച്ച് കളിക്കണ്ട, നീ ബന്ധുത്വം മറന്നു അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിച്ച സമയത്ത് അയ്യോ ഇല്ലപ്പാ എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ 4 ഭാഗത്തിൽ കുരങ്ങന്മാരെല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും മറന്നിട്ടില്ല, ഞാൻ പിന്നെ എല്ലാം പറയുന്നു. സൗമിത്രി തിരിച്ചതു കണ്ടു രാഘവദേവൻ സൗമുഖ്യമോട് വീണ്ടും വിളിച്ചിട്ടരുൾ ചെയ്തു, നിൽക്കെടോ കുമാരാ, നീ കേട്ടു പോകണമിതു, മർക്കടപ്പരിഷക്കു ചാബല്യം പെരുതല്ലോ, കാര്യത്തോളമേയുള്ളൂ നമുക്കെന്നറിഞ്ഞാലും വീരത്തെ കാട്ടിയിടുവാൻ ഇവിടെ വേണ്ടിയില്ലല്ലോ, പോയാലും ഇനിയെങ്കിലെന്നതു കേട്ട നേരം പോയവൻ കിഷ്കിന്ധതൻ ഗോപുരദ്വാരം ബുക്കാൻ മെല്ലവേ ഒരു ചെറുഞാണൊലിയിട്ട നേരം ചൊല്ലിടും ബ്രഹ്മാണ്ടങ്ങളൊക്കവേ വിറച്ചിതേ. എന്തൊരു ശബ്ദമെന്നു ചിന്തിച്ചു ദശാസനും അന്ധനായുഴന്നു ഒരു 2 നാഴിക നിന്നാൻ, ചെവികൾ 20 വിരലിട്ടിളക്കിനാൻ പ്ലവകപടലികൾ മോഹിച്ചു വീണാരല്ലോ വളർന്ന സിംഹാസനം അതിന്മേലിരുന്നേറെ ഞെളിഞ്ഞ സുഗ്രീവനും വിറച്ചു ഞെട്ടി വീണാൻ, തിരിച്ചു പറഞ്ഞിതു ശ്രീ ഹനുമാനും അപ്പോൾ ശരൽക്കാലത്തെ കണ്ടിട്ടുണർത്തിച്ചീലേ ഞാനോ, ഇന്നിപ്പോൾ നിനക്കറിഞ്ഞിടുവാൻ തക്കവണ്ണം മന്നവർ കുലമണി നായകൻ തൻ്റെ തമ്പി തന്നെ ഗുണനാഥം കേട്ടതെന്നറിഞ്ഞാലും ജന്നിനി കാൽക്കൽ വീഴുക വൈകാതെ മടിക്കേണ്ട. അങ്ങനെ എന്തൊന്നിപ്പാ ഈ ലക്ഷ്മണൻ പോയിട്ടൊരു ഞാണ് ചെറുങ്ങനൊരു വലിച്ചത് ഘണിന്നില്ല ഒച്ച കൊണ്ട് ലങ്കയിൽ നിന്ന് രാവണനെ 20 ചെവിയിലും വിരലിട്ട് ഇളക്കിന്ന് പറഞ്ഞ് അത്രയും പേടിച്ചുപോയി. അപ്പോൾ സുഗ്രീവൻ പറിച്ചിട്ട് താഴെ വീണു. അന്നേരം എന്തെന്ന് പറ്റിയപ്പാന്ന് ചോദിക്കുമ്പം ഹനുമാർ പറഞ്ഞു, ഞാൻ ശരൽക്കാലം കണ്ടിട്ട് പറഞ്ഞിട്ടില്ലേ നിന്നോട്, ഇപ്പം അതാ വന്നിട്ട് നല്ല കാര്യമായി, വേഗം പോയിട്ട് കാക്ക വീണോ പറഞ്ഞ് നടന്നു വന്നിട്ട് കാക്കെല്ലാം വീണിട്ട് പറഞ്ഞു, ഇതാ എന്തല്ലോ ഉണ്ട്, പിന്നെ കൊണ്ടുവന്നിട്ട് ഒന്നും ഞങ്ങൾ വെറുതെ ഇരിക്കല്ല ചെയ്തിനി, 4 ഭാഗത്തും കൊണ്ടുവന്ന് മേരുമാമലയിൽ നിന്ന് കൊണ്ടുവന്ന് ഫലമൂലങ്ങളുണ്ടല്ലോ, 1 മാസത്തേക്ക് ദാഹവും വിശപ്പും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുവന്ന് പിന്നെ തിരുമുമ്പിൽ വെച്ചു. ആര് താര വന്നു ഇലഞ്ഞിട്ടു കിഴിഞ്ഞ നീവി ബന്ധമൊട്ടൊട്ട് കരം കൊണ്ടു താങ്ങിയും ഉറപ്പിച്ചും മിണ്ടലിരുണ്ടൊരു കണ്ടിവാർ കുടലതും കുണ്ടത് ചേർത്തു, ജലപുഷ്പങ്ങൾ കളഞ്ഞുടൻ കളഭമിഴിഞ്ഞൊട്ടു ശേഷിച്ചു പറ്റിയതും കളഞ്ഞു, പരന്നീടും വിമലഗന്ധത്തോടും കണ്ടാലത്രയും മനോമോഹനമായ വേഷം കൊണ്ടവൾ കുമാരനെ കണ്ടുടൻ ഉണർത്തിച്ചാൾ, എന്തയ്യോ പുറത്തു നിന്നരുളിയിടുവാൻ ഇപ്പോൾ നിന്തിരുവടി കനിഞ്ഞിങ്ങെഴുന്നള്ളിയിടണം, ബന്ധുവിൻ ഗൃഹമെന്നു ചിന്തിച്ചില്ലയോ ഇത്, സന്തോഷത്തോടു കടന്നിഞ്ഞിരുന്നരുളേണം. നിർണയം അയോധ്യയും കിഷ്കിന്ധ നഗരിയും ഒന്നുകൊണ്ടുമേ ഭേദമില്ലെന്നു ധരിക്കണം, തിരുവുള്ളക്കേടില്ലേലി എന്നതു അണ്ണിപ്പെരികെ ഭീതി കൊണ്ടു സുഗ്രീവൻ തിരുമുമ്പിൽ വരുവാൻ വൈകിയിടുന്നു, നിന്തിരുവുള്ളം എന്നെ ശരണമില്ല മറ്റു ഞങ്ങൾക്കുദയാനിധേ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആരും ബന്ധുവില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം പറയുന്നു. ഈ താര വന്നിട്ട് മുണ്ടിങ്ങനെ വസ്ത്രം അഴിയുന്നത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു താങ്ങി, തലമുടിയിൽ ചൂടിയ പൂവെല്ലാം കുറച്ച് കളഞ്ഞു, കുറച്ച് തലയിലുണ്ട്, കളഭം ഇങ്ങനെ കുറച്ച് മാഞ്ഞതെല്ലാം കൂടി പിന്നെയും കളഞ്ഞു, അങ്ങനെയെല്ലാമായി അതിസുന്ദര മോഹനമായ വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇങ്ങനെ പുറത്തു നിൽക്കല്ല, ഇത് ബന്ധുവിൻ്റെ വീടല്ലേ, അത് മറന്നുപോയോ, ഞങ്ങൾ ഈ വാനരന്മാർക്ക് ചാബല്യം കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ടാണ്, ഒന്നും വിചാരിച്ചുകൂടാന്നെല്ലാം പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അപ്പോൾ സമാധാനായി. ലക്ഷ്മണകുമാരന് സമാധാനമായി എന്ന് പറഞ്ഞു. ഇനി വേഗം ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് കാക്ക വീണ അതേ രക്ഷയില്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇനിയിപ്പോൾ ശ്രീരാമചന്ദ്രനെ കാണാൻ പോകണം. അതെല്ലാം നമുക്ക് ഇന്നിപ്പോൾ സമയം വൈകിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് നാളെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പോയി സമാധാനിപ്പിക്കുന്നതെല്ലാം ഈ മഹർഷി ആ കഥ മുഴുവനും പിന്നെ അദ്ദേഹത്തിന് യുധിഷ്ഠിര രാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്
നമ്മൾക്ക് കേൾക്കാം. ഇന്നിപ്പോൾ എല്ലാം ഭഗവാന്റെ തൃപ്പാദപത്മത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ 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 നാരായണ.